ഹായ് ഓൾ, വെൽക്കം ടു ദിലു മെഹ്ന SGB സീരീസ്. ഇന്ന് ഞാൻ വന്നത് ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാണ്. ഞാൻ നിൽക്കുന്ന ഐലൻഡിലെ വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഐലൻഡിൻ്റെ ഒരു എൻഡും പിന്നെ ഇവിടുത്തെ ഫിഷ് ഫാക്ടറിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഏകദേശം ഒരു ഐലൻഡിൻ്റെ മിഡിലായിട്ടൊക്കെ വരും. ഏകദേശം മിഡിലിൽ തന്നെയാണ് സ്കൂള്, ഹോസ്പിറ്റല്, പള്ളി ഇതൊക്കെ ഉള്ളത്. ഇതിങ്ങനെ നേരെ ഇതുപോലെ തന്നെയാണുള്ളത്. ആ നേരെ മുന്നിൽ കണ്ട ഗേറ്റാണ് സ്കൂള്. അപ്പോൾ ഞങ്ങൾ ഇതിലിങ്ങനെയാണ് പോണത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഈ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് പള്ളി ഉള്ളത്. ഗ്രീൻ കളറിലുള്ള മതിൽ കെട്ടിയ ഇതാണ് പള്ളി. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡിലേക്കും റോഡുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഈ സ്കൂളിൻ്റെയും പള്ളിൻ്റെയും മിഡിലിലൂടെയാണ്. ഈ കാണുന്നതാണ് പള്ളി. ഈ ഐലൻഡിൽ ആകെ 2 പള്ളിയാണുള്ളത്. അതിലുള്ള വലിയ പള്ളിയാണിത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ. ഇവരിവിടെയൊക്കെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല ഭംഗിയിലാക്കിയിട്ടുണ്ട്. അത് സ്കൂളിലായാലും പള്ളിയിലായാലും പിന്നെ എല്ലാ വീടുകളിലും ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെ തന്നെയാണ്. നല്ല ഭംഗിയാണ് അതുകൊണ്ട് കാണാൻ തന്നെ. അപ്പോൾ ഐലൻഡിൻ്റെ ഒരു സൈഡിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഇതിങ്ങനെ നേരെ റോഡ്, പിന്നെ ഈ സൈഡിൽ കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കടലാണ് കേട്ടോ. നല്ല ഭംഗിയില്ല ഇവിടെയൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ബിൽഡിങ്ങില്ലേ, ഇവിടെയാണ് ഡോക്ടേഴ്സ് നിൽക്കാറുള്ളത്. ഇത് അവർക്കായിട്ടുള്ളതാണ്. ഇവിടെ ഈ ബീച്ചിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. നല്ല കാറ്റും നല്ലൊരു ആസ്വദിക്കാൻ പറ്റിയൊക്കെ നല്ലൊരു സ്ഥലമാണ് ഇവിടെ. ഈ നേച്ചറൊക്കെ കണ്ട് ആസ്വദിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. ഇവിടെ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. ഈ കാണുന്നത് ഒരു ഗസ്റ്റ് ഹൗസാണ്. നല്ല ഭംഗിയാണ് കേട്ടോ അവിടെയൊക്കെ കാണാൻ. അവിടെയൊക്കെ എല്ലാതും നട്ടുപിടിപ്പിച്ച് നല്ല ഉഷാറാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് വീടുകളൊന്നും ഇല്ലാത്തൊരു ഏരിയയിലെത്തിക്കണേ. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഫിഷ് ഫാക്ടറി ഉള്ളത്. ഐലൻഡിൻ്റെ ഏകദേശം ഒരു എൻ്റെ സൈഡിലാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ ഇതാണ് ഫിഷ് ഫാക്ടറി. ഇവിടെ ഫിഷിനെ കൊണ്ടുവന്നിട്ട് പുഴുങ്ങിയെടുത്തിട്ട് അതിനെ ഉണക്കിയെടുക്കുകയാണ്. അങ്ങനെന്താ അതിനിവിടെ പറയൽ വെളുമസ് എന്നാണ്. ഉണക്കമീൻ നമ്മളെ നാട്ടിലെ ഉണക്കമീനെ പോലെയുള്ളതല്ല ഇത്. നമ്മുടെ നാട്ടിലുള്ളതിൽ നല്ല ഉപ്പുണ്ടാവില്ലേ, ഇതിലങ്ങനെ ഉപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കണ്ടോ ഫിഷൊക്കെ ഉണക്കാനിട്ടിരിക്കുന്നത്. ഇവിടെ ഇട്ടതൊക്കെ വലിയ ഫിഷ് കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ സൈഡിലൊരു 3-4 ബിൽഡിംഗ് ഒക്കെ ഉണ്ട് അതിനായിട്ടുള്ളത്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഏകദേശം ഐലൻഡിൻ്റെ എൻഡിൽ എത്താനായി. കണ്ണാലല്ല കണ്ണിൻ്റെ വെളിച്ചം കൊണ്ടേ കാണാവൂ, മുന്നിൽ കാണും മികവല്ലതിനും പിന്നിലെ അറിവേ നേരാവൂ. കുഞ്ഞേ കാതുകളടയുമ്പോൾ അതിനുള്ളിലലച്ചുമൊരറിവുണ്ട്, നെഞ്ചിലെ ജീവിത സത്യം മെല്ലെ മിടിച്ചുര ചെയ്യും നേരുണ്ട്. കണ്ണാലല്ല കണ്ണിൻ്റെ വെളിച്ചം കൊണ്ടേ കാണാവൂ, മുന്നിൽ കാണും മിക
മികവല്ലതിനും പിന്നിലെ അറിവേ നേരാവൂ. വിണ്ണും മിന്നും താരകളും ഈ മണ്ണും തീർത്തവനല്ലാഹു. എണ്ണി തീരാ ജീവഗണങ്ങൾക്കുയിരു കൊടുത്തവനല്ലാഹു. വാർമഴവില്ലും മേഘക്കുടയും മേലെ വിരിച്ചവനല്ലാഹു. പർവ്വതനിരയും പുഴയും കടലും കൂടിയൊരുക്കിയതല്ലാഹു. അപ്പോൾ അതാ ഐലൻഡിൻ്റെ ഒരു എൻഡിലെത്തിയാണ്. ഇവിടെ ഒരു എയർപോർട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ഓരോ സാധനങ്ങളാണ് ഇവിടെ, അതിനുള്ള ബിൽഡിങ്ങുകളാണ് അവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചത്. ഇതൊക്കെ അതിൽ പെട്ടതാണ്. ഏകദേശം പണികളൊക്കെ തീരാറായിന്ന് തോന്നുന്നു. കുറച്ചായിന് പണി തുടങ്ങിയിട്ട്. ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണാലല്ല അകക്കണ്ണിൻ്റെ വെളിച്ചം കൊണ്ടേ കാണാവൂ. മുന്നിൽ കാണും മികവല്ലതിനും പിന്നിലെ അറിവേ നേരാവൂ. അവനാണുലകിന്നധിപൻ, സകല ചരങ്ങളും അവനെ വണങ്ങുന്നു. അവനാൽ സൂര്യനുദിക്കുന്നു, അവനുദിയണച്ചാലിരുളുന്നു. ആ ജഗന്നാഥൻ അറിയാതൊരു ചെറു നൂലിഴ പോലും അനങ്ങില്ല. അവനാലേകിയ നിയമത്താണി ജീവിതമിനിയ കഥ ചൊല്ലാം. ഇവിടുന്ന് കുറച്ചുകൂടി പോയാൽ ഞങ്ങളെ വീട്ടിലെത്താനായി. ഈ ഐലൻഡിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഞാനിവിടെ കാണിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക് യു. ബൈ ബൈ.